അപ്പൊ കുറച്ച് ലൈവ് അപ്ഡേറ്റിലേക്ക് പോയാലോ. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഗബ്രിയുടെ ഈ ബ്രേക്കപ്പ് ഡ്രാമയാണ്. അതായത് പ്രണയ തകർച്ചയിൽ ജാസ്മിന് മുടിഞ്ഞ പ്രേമം ഗബ്രിയോട്, ഗബ്രി ആണെങ്കിൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ പറയുന്നത് സാധനമാണ് കേട്ടോ. നീ ഇന്നലെ പറഞ്ഞ ആ സാധനമില്ലേ, അതെന്നെ വല്ലാതെ തകർത്തു. ഗബ്രി, നീ എല്ലാവരോടും ചിരിക്കുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗബ്രി. അപ്പൊ നിനക്ക് എന്നോട് ആ സാധനമില്ല. മൊത്തത്തിൽ ഈ സാധനമാണ്. അതെന്ത് സാധനമാണ് എന്നുള്ളത് സാധനം അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളും. അപ്പൊ പിന്നെ ഗബ്രി ചോദിക്കുന്നത്, നീ നിന്റെ പുറത്തു പോയ ആ സാധനം വെച്ചിട്ടാണോ എന്നുള്ളത്. അപ്പൊ അകത്തുള്ള ആ സാധനം വെച്ചിട്ടാണോ? അപ്പൊ അകത്തും പുറത്തുള്ള സാധനം ആരാന്ന് പറഞ്ഞാൽ, അകത്തുള്ള സാധനം ഗബ്രിയും പുറത്തുള്ള സാധനം അഫ്സലിന്റെ കാര്യമാണ്. കാരണം അഫ്സലിന്റെ കാര്യം മൊത്തത്തിൽ ക്ലിയർ കട്ടായിട്ട് ജാസ്മിൻ അറിയില്ലല്ലോ, കുറെ പ്രശ്നങ്ങളുണ്ട് എന്നല്ലേ അറിയുള്ളൂ. സോ ഇപ്പൊ സിജോ വന്നതോടുകൂടി സിജോന്റെ അടുത്ത് ഗെയിം എങ്ങനെയാ, ഞാൻ നന്നായി കളിക്കുന്നുണ്ടോ, ഗെയിം എന്റെ ഗെയിമിൽ എന്തെങ്കിലും അതായത് നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന്, നല്ല രീതിക്കാണോ എന്നുള്ളതെല്ലാം ചോദിക്കുന്നത് ബിഗ് ബോസ് ഇന്നലെ നന്നായിട്ട് ചാമ്പി വിട്ടിരുന്നു. ജാസ്മിൻ എന്താ അറിയേണ്ടത്, ഞാൻ പറഞ്ഞു തന്നാൽ മതി എന്നെല്ലാം പറഞ്ഞ് നൈസായിട്ട് അങ്ങ് തേച്ചൊട്ടിച്ചിരുന്നു. സോ എന്തൊക്കെയോ ഒരു അറ്റവും മുറിയും ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് സിജോ തലയാട്ടിയാലും അതൊരു ആൻസർ ആണല്ലോ. സോ അങ്ങനെ എന്തൊക്കെയോ ഈ ജാസ്മിന് പറഞ്ഞ പോലെ ഒരു സാധനം ജാസ്മിന് കിട്ടിയിട്ടുണ്ട്. സോ അപ്പൊ ജാസ്മിന് മൊത്തത്തിൽ മനസ്സിലായി എല്ലാം കയ്യിൽ നിന്ന് വിട്ടു പോകുകയാണെന്നുള്ളത്. അടുത്ത ഡ്രാമ ഇതുപോലെ ഇന്ന് 1.5 മണിക്കൂർ ഒന്ന് ആലോചിക്കണേ, നമ്മളെ വെറുപ്പിച്ചു പോലും. ഞാൻ രാവിലെ കുറെ ലൈവ് കണ്ടില്ല, അപ്പൊ അതാണ് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ലൈവിൽ പോയി നോക്കാന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കാണിച്ചത് ഇവരെയാണ്. പിന്നെ ഞാൻ കണ്ടത് വാഴത്തോട്ടത്തില് അർജുൻ, അതുപോലെ സായിയും പിന്നെ സിജോയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അതില് സിജോ ചോദിക്കണ്ടേ, നീ അപ്പുറത്ത് അത് കണ്ടോ എന്ന് ചോദിക്കുമ്പോ, അയ്യോ ഞാൻ സായി പറയണം, അയ്യോ ഞാൻ അങ്ങോട്ട് നോക്കുന്നേ അല്ലേ, എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, വെറുതെ അങ്ങോട്ട് നോക്കിയിട്ട് ആ ഡ്രാമ അവിടെ നടക്കട്ടെ എന്ന്. അവിടെ പൊട്ടിക്കരില്ല, എനിക്ക് വയ്യ ഗബ്രി, ഞാൻ ഈ ആഴ്ച പോകും വയ്യ എന്നെല്ലാം പറഞ്ഞ ആ നാടകം അങ്ങോളം അരങ്ങേറുന്നവരത്തേക്കും ഈ ബിഗ് ബോസ് വീടിനകത്ത് മറ്റുള്ള കണ്ടസ്റ്റന്റുകൾ എന്ത് ചെയ്യുന്നു, ഉണ്ണുന്നോ ഉറങ്ങുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നുണ പറയുന്നു, കെണിയും നുണയും പറയുന്നു, അപ്പുറത്തിരുന്ന് വേറെന്തെങ്കിലും ചെയ്യുന്നോ, എന്നും ക്യാമറ അങ്ങോട്ട് ചലിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് ക്യാമറകളുണ്ടല്ലോ, ഈ എഡിറ്റർമാർ അതെടുത്ത് ഇടുന്നില്ല. സോ ഈ 24/7 പോട്ടെ, ഇന്നത്തെ ഇതില് 46ാമത്തെ ദിവസത്തെ ഈ 24 മണിക്കൂറിൽ ഇപ്പൊ ഞാൻ കണ്ടതിൽ 1.5 മണിക്കൂർ ഇവരുടെയാണ്. ഇവരുടെ ലക്ഷ്യം അത് തന്നെയാണ്, മാക്സിമം ലൈവ് പിടിക്കാൻ നോക്കുക, കണ്ടന്റ് ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുക. അങ്ങനെ വെറുപ്പിച്ച് 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 ഈ 18+ മാത്രം കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾക്ക് ലൈവിൽ കാണാൻ കഴിയുന്നത്. സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.